ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനൊരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയാലോ? ചക്ക കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചക്കയുടെ സീസണാണ്, അപ്പോൾ ആരും ചക്കയൊന്നും കിട്ടിയാൽ കളയണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്നാക്ക് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് നല്ല പഴുത്ത ചക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കാണാൻ നല്ല കളറുണ്ട്, പക്ഷെ ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് വേവിച്ച ചക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള ചക്ക വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് 3 കപ്പാണ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേവിക്കാത്ത ചക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് ഒട്ടും മധുരമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ അത്ര കൂടുതൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ഞാൻ ചക്ക വേവിച്ചത്. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുള്ളും വേവിച്ച ചക്കയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഫുള്ളും വേവിക്കാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും ഇതുപോലെ തന്നെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 7 ഏലക്കേൻ്റെ കുരു ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുക, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ സ്നാക്കിലേക്ക് അരിപ്പൊടി അല്ല കേട്ടോ കൂടുതൽ വേണ്ടത്, ചക്ക തന്നെയാണ്. എന്നാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്നാക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ 5 കപ്പ് ചക്കയിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ നമ്മുടെ സ്നാക്ക്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് തന്നെ അങ്ങനെ കോരിയിട്ടാൽ മതി. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. എന്നാലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, നല്ല പോലെ സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കായിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ, നിങ്ങൾക്ക് പഴുത്ത ചക്കയാണോ പച്ച ചക്കയാണോ കൂടുതൽ ഇഷ്ടം? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് സ്പാമിൽ പോവും, അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്